വെള്ളാപ്പള്ളി നടേശൻ സാറിനെ പോലെയുള്ള ആളുകൾ SNDP യോഗം യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് പല കണക്കുകളും പല അനർഹമായതും മുസ്ലിങ്ങളും ന്യൂനപക്ഷങ്ങളും പിടിച്ചു വാങ്ങുന്നു എന്ന് പറഞ്ഞ് ഒരു മുസ്ലിം സ്വത്വത്തെ, ലീഗിനെ ഒക്കെ കടന്നാക്രമിച്ച് അന്തരീക്ഷത്തിൽ നിർത്തുമ്പോൾ രാഷ്ട്രീയ ജിഹാദിൻ്റെ മാനം കൂടി ഒന്ന് കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുമൊരു ധവളപത്രമായി പുറത്തു വരേണ്ടതാണ്. എല്ലാ മുന്നണികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരോട് എന്ത് നീതിയാണ് കാണിക്കുന്നത്? ആ നീതി അനർഹമാണോ അതോ അർഹമായതാണോ, അതിൽ കൂടുതലുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ വർഗീയ വിദ്വേഷത്തിന്, മതവിദ്വേഷത്തിന്, അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും ഏറ്റുമുട്ടലിന് വേണ്ടിയല്ല. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ ഏകപക്ഷീയമായിരുന്ന് വിദ്വേഷം പ്രചരിപ്പിക്കുമ്പോൾ മറുവശത്തുനിന്ന് അത്തരത്തിൽ വിദ്വേഷം പറയാൻ ആരും തയ്യാറാകാത്ത വളരെ മാന്യമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ കണക്കുകൾ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് പറയുന്നത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ ലഭ്യമായ ഒരു കണക്ക് പ്രകാരം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പോസ്റ്റ് പോൾ അനാലിസിസ് ആളുകൾ കണക്കെടുത്തത് പ്രകാരം പല നേതാക്കളും പരക്കെ അംഗീകരിച്ച ഒരു ഡേറ്റയുണ്ട്. ആ ഡേറ്റയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 70 മുതൽ 75% വരെ മുസ്ലിം വോട്ടുകൾ കിട്ടിയത് UDFിനാണ്. 60 മുതൽ 65% വരെ ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയത് UDFിനാണ്. ഹിന്ദു വോട്ടുകളിൽ 20 മുതൽ 25% വരെ വോട്ടുകളാണ് UDFിന് കിട്ടിയത്. മഹാഭൂരിപക്ഷവും കിട്ടിയത് LDFിനാണ്. രണ്ടാം സ്ഥാനം കിട്ടിയത് കേരളത്തിൽ BJPക്കാണ്. എന്നാൽ കോൺഗ്രസ്സിന് കിട്ടിയത് വെറും 29% ആണ് എന്നതാണ് കണക്കുകൾ. UDFിനെന്ന് പൊതുവിൽ പറയാം. ഈ കണക്കുകൾ പ്രകാരം കിട്ടിയതനുസരിച്ച് കേരളത്തിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ കോർപ്പറേഷനുകളും, മുനിസിപ്പാലിറ്റിയുടെ കണക്ക് ഞാൻ പിന്നെ പറയാം, ഇത് രണ്ടും UDFിന് ഗണ്യമായ വിജയം നേടുകയുണ്ടായി. ആ ഗണ്യമായ വിജയം നേടുമ്പോൾ ആ വിജയത്തിന് ആധാരമായ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ, ജസ്റ്റ് ഇതൊന്ന് ജനം അറിയാൻ വേണ്ടി പറയുന്നതാണ്. ഇതൊക്കെ നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ ഇതൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കരുത്. അതായത് ജില്ലാ പഞ്ചായത്തിനെ നയിക്കുന്നവരുടെ പേരുകൾ ഞാൻ വായിക്കാം. തിരുവനന്തപുരം V പ്രിയദർശിനി സഖാവ്, കൊല്ലം സഖാവ് R ലതാദേവി, പത്തനംതിട്ട UDFിൻ്റെ ദീനമ്മ റോയ്, ആലപ്പുഴ LDFിൻ്റെ A മഹേന്ദ്രൻ, തൃശ്ശൂർ LDFിൻ്റെ മേരി തോമസ്, എറണാകുളം UDFിൻ്റെ KG രാധാകൃഷ്ണൻ, ഇടുക്കി UDFിൻ്റെ പ്രൊഫസർ ഷീല സ്റ്റീഫൻ, കോട്ടയം UDFിൻ്റെ ജോഷി ഫിലിപ്പ്, പാലക്കാട് LDFിൻ്റെ TM ശശി, കോഴിക്കോട് UDFിൻ്റെ മില്ലി മോഹൻ, വയനാട് UDFിൻ്റെ ചന്ദ്രിക കൃഷ്ണൻ, കാസർഗോഡ് LDFിൻ്റെ സഖാവ് സാബു എബ്രഹാം, കണ്ണൂരിൽ LDFിൻ്റെ സഖാവ് ബിനോയ് കുര്യൻ. കേട്ടോ നിങ്ങൾ? 14 ജില്ലകളിലെ കണക്കുകളാണ് ഈ പറഞ്ഞത്. ഇത് വെച്ച് എണ്ണുമ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ പേരുകൾ കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുക പ്രയാസമായിരിക്കും. എന്നാലും 6 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നാണ്. മുഖ്യധാരാ പാർട്ടികൾ തിരഞ്ഞെടുത്തതാണ്, അതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. 6 പേർ. പിന്നെ ബാക്കിയുള്ള 8 പേർ ഹിന്ദു സമൂഹത്തിൽ നിന്നാണ്. മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരൊറ്റ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റേ ഉള്ളൂ. 75% വോട്ട് നേടിയ UDFിൽ പ്രതിപക്ഷമില്ലാതെ കിട്ടിയ മലപ്പുറം ജില്ലയിൽ ലീഗിൻ്റെ സമുന്നതനായ ഒരു നേതാവ് PA ജബ്ബാർ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒഴികെയുള്ള ബാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഴുവൻ ആരാണ്? മറ്റ് സഹോദര സമുദായത്തിൽപ്പെട്ടതാണ്. 15-1 എന്ന് പറയുന്നത് എത്ര %ആണ്? സാമുദായിക പ്രാതിനിധ്യം അനുസരിച്ചോ വോട്ടിൻ്റെ പ്രാതിനിധ്യം അനുസരിച്ചോ അനർഹമായത് എന്തെങ്കിലും പിടിച്ചു വാങ്ങിയോ? അർഹമായത് കിട്ടിയോ? കിട്ടിയില്ല. ആ ജില്ലാ പഞ്ചായത്തിൽ പോലും ഉപാധ്യക്ഷ സ്ഥാനം കൊടുത്തത് സ്മിജി എന്ന് പറയുന്ന ലീഗിൻ്റെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ മകൾക്കാണ് ജനറൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഈ കമ്മ്യൂണിറ്റി കൊടുത്തത്. എന്നിട്ട് എന്തെങ്കിലും ചന്ദ്രഹാസം മുഴക്കിയോ? എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ എവിടെയെങ്കിലും പത്രസമ്മേളനം നടത്തിയോ? ആവശ്യപ്പെട്ടോ? AP സംസ്ഥ ആവശ്യപ്പെട്ടോ? ജമാഅത്ത് ഇസ്ലാമി ആവശ്യപ്പെട്ടോ? മുജാഹിദ് ആവശ്യപ്പെട്ടോ? ഒരാളും ആവശ്യപ്പെട്ടില്ലല്ലോ. ആവശ്യപ്പെട്ടില്ല. മേയർമാരുടെ കണക്കെടുത്ത് നോക്കിയാലോ? കേരളത്തിലെ 5 കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരത്ത് VV രാജേഷ്, കൊച്ചിയിൽ മിനിമോൾ, തൃശ്ശൂരിൽ നിജി സ്റ്റീഫൻ, കോഴിക്കോട് സദാശിവൻ, കണ്ണൂരിൽ ഇന്ദിര. AK ഹഫീസ് എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് കൊല്ലം കോർപ്പറേഷനിൽ മേയറായത്. കൊല്ലം കോർപ്പറേഷൻ എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം.
കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്ന കോർപ്പറേഷനുകൾ എറണാകുളം, കണ്ണൂർ, മാക്സിമം വന്നാൽ തൃശ്ശൂർ. ഈ 3 സ്ഥലങ്ങളിലെ ചോയ്സിലും മുസ്ലിം പേരുകൾ ഉണ്ടായിരുന്നില്ല. അത്യാപൂർവങ്ങളിൽ അപൂർവമായ ഒരു പ്രതിഭാസം പോലെ കൊല്ലം കോർപ്പറേഷൻ കിട്ടിയപ്പോൾ ഒരാൾ മേയറായി എന്നത് മാത്രമാണ് അതിൻ്റെ രാഷ്ട്രീയ സംഗതി. ഇനി വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ ഇഷ്ടം പോലെ തന്നെ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്, അല്ലാതെ ഇതൊന്നും വർഗീയതയ്ക്ക് വേണ്ടിയല്ല. ഒരൊറ്റ സഹോദരന്മാർ അങ്ങനെ വിചാരിക്കരുത്. കേരളത്തിലെ നിലവിലുള്ള മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പട്ടിക ഒന്ന് പുറത്തുവിട്ടിട്ട് അതിൽ മുസ്ലിം പ്രാതിനിധ്യം എന്തെങ്കിലും അനാവശ്യമായി പിടിച്ചു വാങ്ങിയോ എന്നൊരു കണക്കെടുക്കാമോ? കേരളത്തിലെ എം പിമാരിൽ ഈ 19 സീറ്റും കിട്ടിയത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഏകോപിച്ച് കിട്ടിയ ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. മുഴുവൻ വോട്ടുകളും കിട്ടുന്നത് പോലെ പള്ളികളിൽ പോലും പലപ്പോഴും സംസാരിച്ച് പോലും വോട്ടുകൾ മുഴുവൻ കിട്ടിയ എം പിമാരുണ്ട്. ആ എം പിമാരുടെ പെയ്ഡ് സ്റ്റാഫുകളിൽ എത്ര പേർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുണ്ടാകും എന്നറിയാവോ? ലീഗിൻ്റെ എം പിമാരിൽ ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ടായെന്ന് വന്നേക്കും. ബാക്കിയുള്ളവർ എം പിമാരിൽ എത്ര പേരുണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു കണക്ക് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത്, ഇതെല്ലാം അനുഭവിക്കുമ്പോഴും അനർഹമായി നേടിയെന്നും അനർഹമായി വാങ്ങിയെന്നും പറഞ്ഞ് ആക്ഷേപിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ഈ കണക്കുകൾ പുറത്തു പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് കേരളത്തിൻ്റെ മതേതര പൊതുസമൂഹ നിലപാടുകൾക്ക് ഒരിക്കലും പോറൽ വരുത്താൻ ഒരു ശ്രമവും ഒരു വശത്തു നിന്നും ഒരാൾ പോലും നടത്തിക്കൂടാ. വിദ്വേഷ പ്രസ്താവനകളുടെ വസ്തുത പൊതുസമൂഹം അറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുമായി ഇത് പങ്കുവെക്കുന്നത്.